നമ്മൾ അത്തപ്പൂക്കളമിടുന്നൊരു സ്ത്രീയുടെ ചിത്രമാണ് വരയ്ക്കുന്നത്. ഇതൊരു പൂർണ്ണ അർത്ഥത്തിലൊരു ചിത്രമല്ല. കാരണം ഒരു അനാട്ടമി വരയ്ക്കണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും, നല്ല നിരീക്ഷണം വേണം. നമ്മളിവിടെ വളരെ വേഗം വരയ്ക്കുകയാണ്. ഉദ്ദേശം നിങ്ങളെ ചിത്രകല കുറച്ചെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ചിത്രീകരണം എല്ലാം തന്നെ ഒരു പ്രദർശനമല്ല, മറിച്ച് ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ ലളിതമായി വരയ്ക്കുന്നതാണ്. അപൂർണതകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രകല പഠിക്കുകയാണെങ്കിൽ സാവകാശത്തിൽ പതിയെ വരച്ച് മനസ്സിലാക്കി, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് ദേശത്തുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ചിത്രകലാമോഹമുണ്ടെങ്കിൽ നമ്മളൊപ്പമിരുന്ന് പതിയെ പറഞ്ഞ് നന്നായി മനസ്സിലാക്കിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രകല പഠിക്കണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാം. ഇത് നിങ്ങൾ വരച്ച് നോക്കുക. ഇവിടെ നമ്മൾ ആ സ്ത്രീയുടെ ശരീരഭാവം, അത്തപ്പൂക്കളമിടാനിരിക്കുമ്പോഴുള്ള ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട്. മാത്രമല്ല ഈ ഒരു പരിമിതമായ സമയം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ വരച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ സംഖ്യയുടെ വെച്ചാൽ നിങ്ങൾക്ക് വളരെ പതിയത് വരച്ചത് കാണാനാവും. അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച നമ്മുടെ ചിത്രം കണ്ട് അതിനോടൊപ്പം കമൻറ്റുകളിൽ ചിത്രം വരച്ചയച്ചവരിൽ നിന്ന് നറുക്കെടുത്ത 2 പേർക്കുള്ള വാട്ടർ കളർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അവർക്ക് നമ്മൾ അവരുടെ അഡ്രസ്സ് മേടിച്ചിട്ടത് അയച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും നമുക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദി. എന്തായാലും ചിത്രകലയുമായി നമുക്ക് മുന്നോട്ടിങ്ങനെ പോകാം. ഏറെ വരയ്ക്കാനുണ്ട്. വരയ്ക്കുക മാത്രമല്ല, അതിലൂടെ നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ആനന്ദത്തെ അറിയുകയും കൂടി ചെയ്താൽ നമ്മുടെ നിമിഷങ്ങൾ വിരസമാവില്ല. ഓരോ ജന്മവും മഹത്തരമാണ്. നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ കഴിവുകളുണ്ടെന്നും അതിനെ തിരിച്ചറിയണമെന്നും അതിലൂടെ മുന്നേറണമെന്നും നമ്മളോട് നമ്മുടെ ഉള്ളിലെ ചൈതന്യം പറയുന്നുണ്ട്. അതിനെ തൊട്ടറിയുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി ഇവിടെ ഇങ്ങനെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചിത്രീകരണം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ചിത്രമായി നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഒരുപാട് ഇഷ്ടം.